ഫ്രണ്ട്സ് എല്ലാവർക്കും സോളോ ടോക്സിന്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് US പാർക്കിൽ നിലവിലുള്ള ജോബ് വേക്കൻസീസിനെ കുറിച്ചാണ്. ഫസ്റ്റ് കമ്പനി വരുന്നത് കാഫ് ലോജിസ്റ്റിക്സ് എന്ന കമ്പനിയാണ്. ഇവിടെ അക്കൗണ്ടന്റിന്റെ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഫ്രഷേഴ്സിനും 1 ഇയറോ അതിൽ കൂടുതലോ ഇയർ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് ബാച്ചിലർ ഡിഗ്രി അക്കൗണ്ടിങ് ഓർ ഫിനാൻസ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിന് മൈക്രോസോഫ്റ്റ് ഓഫീസ്, ERP സോഫ്റ്റ്വെയർസ് എന്നിവയിലൊക്കെ നല്ല പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. മൾട്ടി ടാസ്ക്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. അക്കൗണ്ടിങ് റെഗുലേഷൻസിലും പ്രൊസീജിയേഴ്സിലും ഒക്കെ നല്ല നോളജ് ഉള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് HR@caflogistics.com അല്ലെങ്കിൽ saji@caflogistics.com ഈ രണ്ട് മെയിൽ ID-യിലേക്ക് നിങ്ങൾക്ക് റെസ്യൂം ഷെയർ ചെയ്തിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ കൂടി നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് January 31 ആണ്. സെക്കൻഡ് വേക്കൻസി വന്നിരിക്കുന്നത് റിബൺ ഡിജിറ്റൽ റിവാർഡ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്കാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇത് 1 ഇയർ അതിൽ കൂടുതലോ ഇയർ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സ് ഉള്ള വേക്കൻസിയാണ്. ബാച്ചിലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് ഈ ഒരു പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിന് HTML5, CSS3, Vue.js, JavaScript, MySQL അതുപോലെ തന്നെയുള്ള ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ലൈക്ക് ഫോട്ടോഷോപ്പ് എന്നിവയിലൊക്കെ നല്ല നോളജ് ഉണ്ടായിരിക്കണം. കൂടാതെ UI/UX പ്രിൻസിപ്പളിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. പേയ്മെന്റ് ആൻഡ് ഇ-കൊമേഴ്സ് ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് shiva.shankar@bhn.com എന്ന മെയിൽ ID-യിലേക്ക് നിങ്ങളുടെ റെസ്യൂം അറ്റാച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പർ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് February 29 ആണ്. സെയിം കമ്പനിയിലേക്ക് സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ പോസ്റ്റിലേക്ക് കൂടി വേക്കൻസി വന്നിട്ടുണ്ട്. 5 to 7 ഇയർ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് കമ്പനി സെലക്ട് ചെയ്യുന്നത്. Node.js, Vue.js, Snails.js, API, MySQL, ഡാറ്റാബേസ് എന്നിവയിലൊക്കെ നോളജും എക്സ്പീരിയൻസും ഉള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. ക്വാളിഫിക്കേഷൻ പറയുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ സിമിലർ ഫീൽഡ് ആണ്. അപ്ലൈ ചെയ്യേണ്ടത് shiva.shankar@bhn.com എന്ന മെയിൽ ID-യിലേക്ക് നിങ്ങളുടെ റെസ്യൂം അറ്റാച്ച് ചെയ്തിട്ട് ഒപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി മെൻഷൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് February 29 ആണ്. തേർഡ് വേക്കൻസി വന്നിരിക്കുന്നത് ഈത്ത് അനലിറ്റിക്ക പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്കാണ്. സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റിന് 6 month to മിനിമം 1 year എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്ത് നോക്കാവുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് MBA അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലുള്ള പോസ്റ്റ് ഗ്രാജുവേഷനുമാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ സ്കിൽസ് പറയുന്നുണ്ട് കാൻഡിഡേറ്റ്സിന് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, ഇംഗ്ലീഷിലും മലയാളത്തിലും ബോത്ത് വെർബൽ ആൻഡ് റിട്ടൺ. അതുപോലെ തന്നെ നല്ല സെല്ലിംഗ് ആൻഡ് നെഗോഷിയേഷൻ സ്കില്ല്, ഡെമോൺസ്ട്രേഷൻ ആൻഡ് പ്രസന്റേഷൻ സ്കില്ല്, പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്. ഇതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ സ്കിൽ ലൈക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് ആപ്ലിക്കേഷൻസ് ഇതൊക്കെയാണ് സ്കില്ലായിട്ട് പറയുന്നത്. സോ ക്വാളിഫൈ ഉള്ള കാൻഡിഡേറ്റ്സ് HR@eatanalytica.com എന്ന മെയിൽ ID-യിലേക്ക് നിങ്ങളുടെ റെസ്യൂം ഷെയർ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പർ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് January 31 ആണ്. സെയിം കമ്പനിയിലേക്ക് തന്നെയാണ് നെക്സ്റ്റ് വേക്കൻസിയും വന്നിരിക്കുന്നത്. ടെലി സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റിന് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് കമ്പനി പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. സ്കില്ല് പറയുന്നുണ്ട് റെസ്പോൺസിബിൾ ഫോർ ജനറേറ്റിംഗ് ആൻഡ് ക്വാളിഫൈങ് ലീഡ്സ്, മേക്കിംഗ് ഔട്ട്ബോർഡ് കോൾസ് ടു പൊട്ടൻഷ്യൽ കസ്റ്റമർ, ക്ലോസിംഗ് സെയിൽസ് ഡീൽസ് ഓവർ ദി ഫോൺ, എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. സോ ക്വാളിഫൈ ഉള്ള കാൻഡിഡേറ്റ്സ് HR@eatanalytica.com എന്ന മെയിൽ ID-യിലേക്ക് നിങ്ങളുടെ റെസ്യൂം ഷെയർ ചെയ്തിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് January 31 ആണ്. നെക്സ്റ്റ് ഒരു HR എക്സിക്യൂട്ടീവിൻ്റെ പോസ്റ്റിലേക്കുള്ള വേക്കൻസി ആണ്. ഈത്ത് അനലിറ്റിക്ക പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് തന്നെയാണ് ഈ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 1 to 2 ഇയറോ അതിൽ കൂടുതലോ ഇയർ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് കമ്പനി സെലക്ട് ചെയ്യുന്നത്. ക്വാളിഫിക്കേഷൻ പറയുന്നത് BBA, MBA, PGDM ഇൻ മാർക്കറ്റിംഗ് ഓർ റിലവൻറ്റ് ഫീൽഡാണ്. അതുപോലെ തന്നെ ജോബിൻ്റെ ഡിസ്ക്രിപ്ഷനും സ്കില്ലും പറയുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ വരുന്നത് അസിസ്റ്റിംഗ് വിത്ത് എൻഡ് ടു എൻഡ് recruitment process, hearing the right employees for the right job, create offer letter, collection of document, employment verification,
ഇന്റർവ്യൂ അസസ്മെന്റ് വാല്യുവേഷൻ എനി എംപ്ലോയ്മെന്റ് അഗ്രിമെന്റ്സ്, അതുപോലെ തന്നെ ഷുഡ് കംപ്ലീറ്റ് എംപ്ലോയി ജോയിനിങ് ഫോർമാലിറ്റീസ് ആൻഡ് റെസിഗ്നേഷൻ പ്രോസസ്. സ്കില്ല് നോക്കുകയാണെങ്കിൽ കാൻഡിഡേറ്റ്സിന് എക്സലന്റ് ഓർഗനൈസേഷൻ സ്കില്ല്, സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മൾട്ടി ടാസ്കിംഗ് ആയിട്ടുള്ള ഗുഡ് ഇന്റർപേഴ്സണൽ സ്കില്ലുള്ള കാൻഡിഡേറ്റ്സ് കൂടി ആയിരിക്കണം. ക്വാളിഫൈ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് hr@ethananalytica.com എന്ന മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂം ഷെയർ ചെയ്തിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. ആപ്ലിക്കേഷന്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് January 31. ഒരു വേക്കൻസി കൂടി ഈ ഒരു സെയിം കമ്പനിയിലേക്ക് വന്നിട്ടുണ്ട്. ജൂനിയർ നോട്ട് JS ഡെവലപ്പറുടെ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇത് 6 മന്ത് ഓർ അതിൽ കൂടുതലോ ഇയർ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സുള്ള വേക്കൻസി ആണ്. അതായത് ഫ്രഷേഴ്സിനും ഇപ്പം നോട്ട് JSലൊക്കെ ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു പോസ്റ്റ് തന്നെയാണ്. ക്വാളിഫിക്കേഷൻ പറയുന്നത് BTech, MTech, BCA ഓർ MC ആണ്. അതുപോലെ തന്നെ സ്കില്ല് പറയുന്നുണ്ട് ഡെവലപ്മെന്റ് ഓഫ് നോട്ട് JS ബേസ്ഡ് ആപ്ലിക്കേഷൻ ആൻഡ് മോഡുലസ്, അണ്ടർസ്റ്റാൻഡ് റിക്വയർമെന്റ് ആൻഡ് മാപ്പ് ടു ടെക്നിക്കൽ implementation, design and implementation of low latency and high availability and performance application. അതോടൊപ്പം തന്നെ ഡീപ് നോളജ് ഓഫ് HTTP ആൻഡ് ട്രസ്റ്റ് API, എക്സ്പീരിയൻസ് റൈറ്റിംഗ് ഇൻ JavaScript or Node.js, knowledge of advanced SQL concept, understanding fundamental design principle behind scalable applications. ഇതിലൊക്കെയാണ് സ്കില്ല് പറയുന്നത്. ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് hr@ethananalytica.com എന്ന മെയിൽ ഐഡിയിലേക്ക് റെസ്യൂം അറ്റാച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് January 30. നെക്സ്റ്റ് വേക്കൻസി വന്നിരിക്കുന്നത് ACORDS IT സൊല്യൂഷനിലേക്കാണ്. നോഡ് JS ഡെവലപ്പറുടെ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഫ്രഷേഴ്സിനുള്ള ഒരു വേക്കൻസി ആണ്. ബാച്ചിലർ ഡിഗ്രി ആണ്, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലുള്ള ബാച്ചിലർ ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. കൂടാതെ സ്കില്ല് പറയുന്നുണ്ട് റൈറ്റിംഗ് റീയൂസബിൾ ആൻഡ് ടെസ്റ്റബിൾ ആൻഡ് എഫിഷ്യൻറ്റ് കോഡ്, ബേസിക്സ് ഓഫ് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ ഫണ്ടമെന്റൽസ്, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വിത്ത് HTML, CSS ആൻഡ് അജാക്സ്. അതുപോലെ തന്നെ സ്ട്രോങ് അനലിറ്റിക്കൽ സ്കിൽ ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ആപ്റ്റിറ്റ്യൂഡ്. ഒപ്പം തന്നെ നല്ല അണ്ടർസ്റ്റാൻഡിങ് സ്കില്ലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ടെക്നിക്കൽ സ്കില്ലും കൂടി ഉണ്ടായിരിക്കേണ്ടതുണ്ട്. കാൻഡിഡേറ്റ്സിന് നോട്ട് JS, റിയാക്ട് API, HTML, CSS, jQuery, JavaScript, MongoDB, MySQL എന്നിവയിലൊക്കെ ബേസിക് നോളജ് ഉള്ള കാൻഡിഡേറ്റ്സ് കൂടി ആയിരിക്കണം. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് hr@acourse.in എന്ന മെയിൽ ഐഡിയിലേക്ക് റെസ്യൂം അറ്റാച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷന്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് February 29 ആണ്. കാലിക്കറ്റ് UL സൈബർ പാർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ജോബ് വേക്കൻസീസിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഗവൺമെൻറ് പ്രൈവറ്റ് ജോബുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്